ഗാസയിലെ കൂട്ടക്കുരുതിയെ ന്യായീകരിച്ച ഇസ്രയേലി മാധ്യമങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ പട്ടിണി മരണങ്ങളെ പരിഹസിക്കുന്ന രീതിയിൽ ട്രോളുകൾ ഇറക്കാൻ ശ്രമിച്ച ഇസ്രയേലി മാധ്യമങ്ങളുടെ നിലവാരത്തെയും ശക്തമായി ചോദ്യം ചെയ്തുകൊണ്ട് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഇസ്രയേലിൻ്റെ സമനില തെറ്റിയിരിക്കുന്നു. അവരുടെ മുഴുവൻ കാഴ്ചപ്പാടും ഈ ലോകത്തുള്ള അസമാധാനം വിതയ്ക്കുന്ന രീതിയിലേക്ക് ആയിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും പൈശാചിക നിലപാടിൻ്റെ നിറകുടമായി ഇസ്രയേൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഫ്രാൻസ് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, UK പ്രധാനമന്ത്രിയായ കെയർ സ്റ്റാമർ ഇസ്രയേലിനെ ഇത്രയധികം വിമർശിച്ച് രംഗത്ത് വരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഫ്രാൻസും UK ഒക്കെ സുരക്ഷാ സമിതിയിലെ രാജ്യങ്ങളാണ്. റഷ്യയും ചൈനയും ഫ്രാൻസും UK ഒക്കെ ഇസ്രായേലിൻ്റെ നടപടിയെ ശക്തമായി എതിർത്തുകൊണ്ട് ഫലസ്തീന് രാജ്യപദവി നൽകണം, ഫലസ്തീനെ അംഗീകരിക്കേണ്ടത് അനിവാര്യമാണ്, ഫലസ്തീനെ ഇസ്രായേൽ അംഗീകരിച്ചോ ഇല്ലേ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയേണ്ട വിഷയമേ അല്ല എന്നുള്ളത് ഈ രാജ്യങ്ങൾ ഐക്യകണ്ഠേന പറയുന്നു. സുരക്ഷാ സമിതിയിൽ 1-4 വോട്ടുകൾക്ക് ഫലസ്തീൻ്റെ രാജ്യപദവി പാസ്സാക്കിയെടുക്കാൻ കഴിയും എന്നത് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുകയാണ് അമേരിക്ക. അമേരിക്കയ്ക്ക് മറ്റു വഴികളില്ല. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെ ആക്രമിച്ച് ഇസ്രായേൽ എന്ത് നേടാൻ കഴിയും? ഇറാന്റെ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളെ തകർക്കാൻ അമേരിക്കയ്ക്ക് ഇനി കഴിയില്ല, തൊടാൻ പോലും കഴിയില്ല. കാരണം ഇസ്ഫഹാനിലും ഫോർദോയിലുമെല്ലാം റഷ്യ സുരക്ഷാ കവചങ്ങൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ആ സുരക്ഷാ കവചങ്ങൾക്ക് മേൽ ഇസ്രായേലിന് ഇനിയൊരു ആക്രമണം അഴിച്ചുവിടാൻ കഴിയില്ല. ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഭീഷണിയാകുന്ന പല മാരകായുധങ്ങളും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള രാജ്യം തന്നെയാണ് റഷ്യ. അത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് റഷ്യയുടെ മുൻ പ്രസിഡന്റായ ദിമിത്രി മെദ്വദേവ് ചെയ്തത്. അത് താക്കീതെന്ന രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനോടാണ് ആദ്യം പറഞ്ഞത്. കൃത്യമായി മെദ്വദേവ് പറഞ്ഞു, അധികം പുളച്ചിലെടുത്താൽ കൃത്യമായി പത്തി നോക്കി അടിക്കാൻ ഊക്കുള്ള സാധനം ഞങ്ങളുടെ കൈവശമുണ്ട്, ഞങ്ങളെ പ്രകോപിപ്പിക്കരുത്. സോവിയറ്റ് റഷ്യ തകർന്നടിഞ്ഞു എന്ന് നിങ്ങൾ അഹങ്കരിക്കുന്നുണ്ടാകാം, പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും കനല് പോലെ അത് ബാക്കിയുണ്ട്, എപ്പോൾ വേണമെങ്കിലും പ്രഹരിക്കാം, നിങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടത്തിന് കയ്യും കണക്കും കാണില്ല, ഓർത്തു വെച്ചോളൂ എന്നാണ് ഡൊണാൾഡ് ട്രംപിനോട് അട്ടഹസിച്ചുകൊണ്ട് ദിമിത്രി മെദ്വദേവ് പറഞ്ഞത്. ഇവിടെ ഫലസ്തീൻ്റെ രാജ്യ പദവി അംഗീകരിക്കേണ്ടത് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ് റഷ്യയും അതുപോലെ തന്നെ സുരക്ഷാ സമിതിയിൽ അമേരിക്ക ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങളും. അമേരിക്കയുടെ കടുംപിടുത്തത്തിന് വഴങ്ങേണ്ടതില്ല എന്ന് ഫ്രാൻസ് കൂടി തീരുമാനിക്കുന്നതോടുകൂടി കളി കൈവിട്ടു പോയിരിക്കുകയാണ്.